അന്ന് കൃത്യമായി പറഞ്ഞാൽ മെയ് 22, 2024 തെലങ്കാനയിലെ മെഹബൂബ് നഗറിലെ അമിസ്താപൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അങ്ങനെ അവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് അന്ന് രാവിലെ 10 മണിക്ക് ഒരു കോള് വരികയാണ്. ആ ഗ്രാമത്തിൽ ഒരു പാലുണ്ട്, ഒരു ആറിന് കുറുകെ. ആ പാലത്തിൻ്റെ താഴെ ഒരു സ്ത്രീയുടെ മൃതദേഹം കിടക്കുന്നുണ്ട് എന്നുള്ളൊരു കോളായിരുന്നു അത്. ഓൾറെഡി ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്, മീഡിയക്കാരൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട്. വിവരമറിഞ്ഞ പോലീസുകാർ ഉടനെ തന്നെ ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയാണ്. പിന്നാലെ ഫോറൻസിക് ടീമും എത്തി. അവരങ്ങനെ ആ ഒരു സ്ഥലമൊക്കെ അണ്ടർ കൺട്രോളിലാക്കി വല്ല തെളിവുകളോ മറ്റോ കിട്ടുമെന്ന് നോക്കുകയായിരുന്നു. എന്നാൽ അവർക്ക് ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ആ മൃതദേഹത്തിൻ്റെ മുഖം ചതഞ്ഞു കിടക്കുകയായിരുന്നു, ബോഡി ഹാഫ് നേക്കഡ് ആയിരുന്നു. ആ മൃതദേഹത്തിന് തൊട്ടടുത്ത് ഒരു കല്ല് കിടക്കുന്നുണ്ടായിരുന്നു. ആ കല്ലിൽ മുഴുവൻ രക്തക്കറയായിരുന്നു. അപ്പോൾ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആരോ ഈ സ്ത്രീയുടെ മുഖം ചതച്ചതാണ് എന്നുള്ളൊരു അസംഷനിലോട്ട് പോലീസുകാരെത്തുകയാണ്. പിന്നെ ഈ ഒരു സ്ത്രീയെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം ഒരു 40നും 45നും ഇടയിൽ പ്രായം തോന്നുന്നുണ്ടായിരുന്നു. പ്രാഥമികമായിട്ട് നോക്കുമ്പോൾ ഇതൊരു റോബറി ആൻഡ് മേർഡർ ആണ് എന്നുള്ളൊരു നിഗമനത്തിലോട്ടാണ് പോലീസുകാരെത്തിയത്. കാരണം ആ സ്ത്രീയുടെ ദേഹത്ത് ഒറ്റ ആഭരണമില്ല, കയ്യിൽ പേഴ്സില്ല, ഫോണില്ല, ഒന്നും തന്നെ ഇല്ല. അപ്പോൾ രാത്രി ടൈമിൽ ആ ഒരു സ്ത്രീ അതിലൂടെ പോയപ്പോൾ ആരെങ്കിലും ആ ഒരു സ്ത്രീ ആക്രമിച്ചതായിരിക്കും എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് പോലീസുകാരെത്തുകയാണ്. അപ്പോൾ ആരാണ് ആ സ്ത്രീ? എങ്ങനെയാണ് ആ ഒരു സ്ത്രീ അങ്ങോട്ടെത്തിയത്? പോലീസുകാർ ആ ഒരു കേസ് എങ്ങനെയാണ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ആ ഒരു പാലത്തിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിൽ അതിൽ കൂടെ അധികം ആളുകളൊന്നും തന്നെ നടന്നു പോവാറില്ല. സോ രാത്രി ആ ഒരു പാലത്തിൻ്റെ അടിയിൽ മദ്യപിക്കുന്ന ആളുകൾ ഒത്തുകൂടാറുണ്ട്. അതുപോലെ തന്നെ പ്രോസ്റ്റിറ്റ്യൂഷനും മറ്റുമൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സ്ത്രീ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണോ, ഇല്ലാന്നുണ്ടെങ്കിൽ ആ പാലത്തിലൂടെ ആ ഒരു ടൈമിൽ എന്തോ ഒരു കാര്യത്തിന് പോയൊരു സ്ത്രീ ആണോ, അങ്ങനെയുള്ള സംശയങ്ങളും പോലീസിനുണ്ടായിരുന്നു കേട്ടോ. അടുത്തതായിട്ട് പോലീസിന് കണ്ടെത്തേണ്ടത് ആ സ്ത്രീയുടെ ഐഡൻറ്റിറ്റിയാണ്. ആരാണ് ആ സ്ത്രീ? പോലീസുകാരങ്ങനെ അടുത്തുള്ള എല്ലാ സ്റ്റേഷനുകളിലോട്ടും അലേർട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഇത്ര പ്രായം തോന്നിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ ഏതെങ്കിലും സ്റ്റേഷനിൽ എന്തെങ്കിലും മിസ്സിംഗ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത്തരത്തിലുള്ള ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായത്. പോലീസുകാരങ്ങനെ അടുത്തതായിട്ട് CCTV വല്ലതുമായ ഏരിയയിലുണ്ടോ, വല്ല വിഷ്വൽസും കിട്ടിയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോക്കുകയാണ്. അതൊരു ഗ്രാമമായതുകൊണ്ടും അതുപോലെ തന്നെ അധികം ആളുകൾ പോകാത്തൊരു സ്ഥലമായതുകൊണ്ടും അത്തരത്തിലുള്ള ഒന്നും തന്നെ പോലീസിന് ലഭിച്ചില്ല. അങ്ങനെ ബോഡി അവിടെ നിന്ന് റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓട്ടോപ്സി ചെയ്യുന്ന ഡോക്ടേഴ്സ് ആ സ്ത്രീയുടെ ഡ്രസ്സ് അഴിക്കുന്ന ആ ഒരു ടൈമിൽ അവരുടെ ബ്ലൗസിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബസ് ടിക്കറ്റ് കിട്ടുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, കുത്തിക്കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മൊബൈൽ നമ്പറാണ് ഈ ഒരു കേസിൽ ഏറ്റവും വലിയ വഴിത്തിരിവായത്. പോലീസുകാർ ചിന്തിച്ചത് ആ ഒരു നമ്പർ മേ ബി ഇവരുടെ വല്ല ഫ്രണ്ടിൻ്റെ ആയിരിക്കാം, ഇവരുടെ പാർട്ട്ണറിൻ്റെ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ വല്ല അടുത്ത റിലേറ്റീവ്സിൻ്റെ ആയിരിക്കാം. അങ്ങനെയായിരുന്നു അവർ കരുതിയത്. എന്നിട്ട് ആ ഒരു ഫോൺ നമ്പറിലോട്ട് അവർ ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ ആ കോൾ എടുത്തത് മറ്റൊരു സ്ത്രീ ആയിരുന്നു. എന്നിട്ട് ആ സ്ത്രീയോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ എൻ്റെ റിലേറ്റീവാണ്, എൻ്റെ ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണ്. അതായത് പറഞ്ഞു വരാമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കസിൻ സിസ്റ്ററായിട്ട് വരും. അവർ എപ്പോഴും എൻ്റെ ഫോൺ നമ്പർ ഇതേപോലെ തന്നെ ഒരു തുണ്ട് കടലാസിൽ എഴുതിയിട്ട് വെക്കാറുണ്ട്. അവരുടെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആരുടെയെങ്കിലുമൊക്കെ ഫോൺ വാങ്ങിയിട്ട് എന്നെ വിളിക്കും. മിക്കവാറും ഞാനത് കട്ട് ചെയ്യലാണ് പതിവ്. അതായത് പൈസ ചോദിച്ചിട്ടാണ് വിളിക്കുക. എന്തെങ്കിലും പൈസ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളിക്കും. അവർ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരു സ്ത്രീയാണ്. സോ മദ്യപിക്കാനായിട്ടായിരിക്കും മിക്കവാറും എൻ്റെ കയ്യിൽ നിന്ന് പൈസ ചോദിക്കുക. മിക്കവാറും സമയങ്ങളിൽ താൻ കൊടുക്കാറില്ല എന്നും എന്നാലും ഇടക്കിടക്ക് വിളിക്കാറുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു സ്ത്രീ പോലീസിനോട് പറയുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2000 രൂപ ചോദിച്ചിട്ട് ഒരു 4-5 തവണ ഒരു ഫോൺ നമ്പറിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല, ഞാൻ കൊടുത്തില്ല എന്നുള്ള കാര്യം ആ ഒരു സ്ത്രീ പറയാണ്. അപ്പോൾ പോലീസുകാർ ഏത് നമ്പറിൽ നിന്നാണ് ആ ഒരു കോള് വന്നത് എന്നുള്ളത് ഈ ഒരു സ്ത്രീയോട് ചോദിക്കുകയാണ്. അങ്ങനെ അവർ ആ നമ്പർ പോലീസിന് കൈമാറുകയായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ കയ്യിൽ ഫോണും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അടുത്തുള്ള ആരെങ്കിലും ഫോൺ വാങ്ങി വിളിക്കലായിരുന്നു പതിവ്. അപ്പോൾ ആ ഒരു നമ്പറിൻ്റെ മുതലാളി ആ ഒരു ടൈമിൽ ആ സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്നിട്ടുണ്ടാവണമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയായിരിക്കും എന്നുള്ളൊരു തരത്തിൽ ചിന്തിച്ചുകൊണ്ട് പോലീസുകാർ ആളെ ട്രാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. സുരേഷ് എന്ന് പറയുന്ന ഒരാളുടെ പേരിലായിരുന്നു ആ ഒരു നമ്പർ. ഏകദേശം 2 ദിവസം എടുത്തു ആളെ ട്രാക്ക് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീ കൊല്ലപ്പെടുന്ന ടൈമിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലൈംഗിക ബന്ധം നടന്നിട്ടുണ്ടായിരുന്നു. മേ ബി ഇതൊരു റേപ്പ് ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കൺസെൻഷ്വൽ സെക്സ് ആയിരിക്കാം എന്നുള്ളൊരു ഇതിലോട്ടാണ് പോലീസുകാരെത്തിയത്. അപ്പോൾ റേപ്പ് ആൻഡ് റോബറി ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. എന്തായാലും അവർ ആ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവന്ന് ഇതേപോലെ തന്നെ ലൈംഗിക ബന്ധത്തിന് ശേഷം കൊലപ്പെടുത്തിയതായിരിക്കാം. അവർ സമ്മതത്തോട് കൂടിയിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു ബന്ധമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും റോബറിയും നടന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഇതും നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ഇതിലോട്ട് പോലീസുകാരെത്തുകയായിരുന്നു.
അപ്പോൾ അടുത്തതായിട്ട് പോലീസുകാർക്ക് അറിയേണ്ടത് ഇവർ എവിടെ നിന്നാണ് മദ്യം വാങ്ങിയത്, അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെ പോലീസുകാർ ആ ഒരു ഏരിയയിലുള്ള കംപ്ലീറ്റ് ബാറുകൾ, ബിവറേജുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലായിടത്തും പോയി അവിടുത്തെ CCTV വിഷ്വൽസും മറ്റുമൊക്കെ എടുക്കുകയാണ്. അങ്ങനെയാണ് അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു ബാറിൽ പോയിട്ട് ഈ ഒരു സ്ത്രീ മദ്യം വാങ്ങുന്നതിൻ്റെ വിഷ്വൽസ് പോലീസിന് ലഭിക്കുന്നത്. സെയിം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു സ്ത്രീ ഒറ്റക്കായിരുന്നു പോയിട്ട് മദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത്, കൂടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോലീസ് ചിന്തിച്ചു, ഇനി സുരേഷാണോ ആളുടെ കൂടെ ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണോ സുരേഷിൻ്റെ ഫോൺ വാങ്ങിയിട്ട് ഇതേപോലെ തന്നെ 2000 രൂപ ഉപയോഗിച്ച് വിളിച്ചത്. അപ്പോൾ ഇയാൾക്ക് ഇതിലെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ഒരു ഇതിലായിരുന്നു സുരേഷിനെ കസ്റ്റഡിയിലെടുത്തത്. അയാളെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് അയാൾ ഒന്നും അറിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു പറഞ്ഞത്. അവസാനം അയാളെ തല്ലിച്ചതച്ചിട്ടും അയാൾ പറഞ്ഞു, നിങ്ങളെന്തിനാണ് വെറുതെ എന്നെ ഉപദ്രവിക്കുന്നത്? ആ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് ഫോൺ ചോദിച്ചപ്പോൾ ഞാൻ ഫോൺ കൊടുത്തു. 4-5 തവണ ആരൊക്കെയോ വിളിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവരെനിക്ക് ഫോൺ തന്നു, അവരവരുടെ പാടന്വേഷിച്ച് പോയി. അന്നത്തെ ദിവസം, അതായത് ആ 22-ാം തീയതി ഞാനും ആ ഒരു ബാറിലിരുന്നിങ്ങായിട്ട് മദ്യപിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് ഈ സ്ത്രീ വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് ഫോൺ വാങ്ങിയത് എന്നുള്ള കാര്യവും അയാൾ പറയുകയാണ്. അപ്പോൾ ആരാണ് ആ സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് പോലീസുകാർ ചോദിച്ചപ്പോൾ തനിക്ക് പരിചയമുള്ള കാസിം എന്ന് പറയുന്ന ഒരാളാണ് കൂടെ ഉണ്ടായിരുന്നതെന്ന് പോലീസിനോട് പറയാണ്. അപ്പോൾ ഈ കാസിമിനെ കുറിച്ച് ഇങ്ങോട്ട് കൂടുതലായിട്ട് പോലീസുകാർ ഇയാളുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ഈ സുരേഷ് പറഞ്ഞു, കാസിം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തുനിന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഒരുമിച്ചിരുന്ന് മദ്യപിക്കാറുണ്ടായിരുന്നു, ഞങ്ങൾ നല്ല പരിചയത്തിലായിരുന്നു, നല്ല സുഹൃത്തുക്കളായിരുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആളുടെ അങ്കിളുണ്ടായിരുന്നു, സുരേഷിൻ്റെ അങ്കിളുണ്ടായിരുന്നു. അപ്പോൾ അങ്കിളിൻ്റെ ഫോണിൽ ഒരു കാസിം അടിച്ചു മാറ്റാണ്. അപ്പോൾ അതിനുശേഷം അവർ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും കാസിമായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുകയാണ്. അങ്ങനെ അയാളുടെ അടുത്ത് ചോദിക്കുകയാണ്. അയാളുടെ അടുത്ത് ചോദിച്ച സമയത്ത് അയാൾ ഞാൻ ഫോണൊന്നും എടുത്തിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് നീ തന്നെയാണ് എടുത്തത് എന്നുള്ളൊരു കാര്യം ആളുടെ അടുത്ത് ഫോഴ്സ് ചെയ്ത സമയത്ത് ഞാൻ തന്നെയാണ് ഫോൺ എടുത്തത്, നിങ്ങൾ ഫോൺ സൂക്ഷിക്കാത്തതുകൊണ്ടല്ലേ ഞാൻ എടുത്തത്, 7000 രൂപ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. ആദ്യം ഇവരതിനെ സമ്മതിച്ചില്ല. ലാസ്റ്റ് അങ്ങനെ നീ ഇന്ന സ്ഥലത്തോട്ട് പോവാ, പൈസ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കാസിമിനെ ആ ഒരു സ്ഥലത്തോട്ട് വിളിച്ചു വരുത്തിയിട്ട് 3-4 ആളുകൾ അവിടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ കാസിമിനെ നല്ല രീതിയിൽ പെരുമാറുകയായിരുന്നു. അതിനുശേഷം ആ ഒരു ഫോൺ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. അതിൻ്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇവർ ഫോണിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ ഈ ഒരു സ്റ്റോറി പോലീസിനോട് പറയാണ്. അതുപോലെ തന്നെ തൻ്റെ ഫോണിൽ ഈ ഒരു കാസിമിൻ്റെ ഫോട്ടോയും കാര്യങ്ങളുണ്ട്, അന്ന് അവർ തല്ലിയപ്പോൾ എടുത്ത വിഷ്വൽസൊക്കെ ഉണ്ട് എന്നുള്ളത് ഈ സുരേഷ് പോലീസിനോട് പറയുകയാണ്. അങ്ങനെ പോലീസിന് കാസിമിൻ്റെ ഫോട്ടോ ലഭിക്കുകയാണ്. അതിനുശേഷം കാസിമിനെ സുരേഷ് കണ്ടിട്ടില്ല എന്നുള്ള തരത്തിലായിരുന്നു ആൾ പറഞ്ഞത്. പിന്നീട് കാണുന്നത് ആ സ്ത്രീയുടെ കൂടെ അന്ന് ബാറിലാണെന്നുള്ള തരത്തിലായിരുന്നു സുരേഷ് ഈ ഒരു പോലീസിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ പോലീസിന് മനസ്സിലായി ആ ഒരു കാസിമിനെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ ബാക്കിയുള്ള പുരോഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അങ്ങനെ കാസിമിനെ കുറിച്ച് ഇങ്ങോട്ട് കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ്. അപ്പോൾ ആൾക്ക് പറയത്തക്ക നിൽക്കാനായിട്ട് സ്ഥലമൊന്നുമില്ല. ആൾ കിട്ടുന്ന സ്ഥലത്ത് പോയി കിടന്നുറങ്ങുന്ന ഒരാളാണ്. അതുപോലെ തന്നെ കിട്ടുന്ന എല്ലാ ജോലിയും ചെയ്യും, കൂലിപ്പണി അത് ഇതൊക്കെ ചെയ്യും. അതിനുശേഷം കിട്ടുന്ന കാശ് കൊണ്ട് മദ്യപിക്കലാണ് ആളുടെ മെയിൻ പതിവ്. അതുപോലെ തന്നെ പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് കാസിം എന്നുള്ളതും പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ പോലീസുകാർ കാസിമിനെ തപ്പി ഇറങ്ങുകയാണ്. അയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു സ്ത്രീയെ അറിയില്ല, ആരാണ് എന്താണെന്നൊന്നും അറിയില്ല എന്നുള്ളതായിരുന്നു ആളുടെ ആദ്യത്തെ പ്രതികരണം. എന്നാൽ നല്ല രീതിയിൽ പോലീസുകാർ ചോദ്യം ചെയ്തപ്പോൾ ഞാനാണ് ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയതെന്നും അബദ്ധത്തിൽ പറ്റിപ്പോയതാണ് എന്നുള്ളൊരു കാര്യവും അയാൾ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ എന്തിനാണ് നീ ഇത്തരത്തിലുള്ളൊരു കൊലപാതകം നടത്തിയത്, എങ്ങനെയാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ പോലീസുകാർ ഈ ഒരു കാസിമിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, ആ ഒരു മെയ് 22-ാം തീയതി ഞാനും ആ ഒരു ബാറിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സ്ത്രീ വന്നിങ്ങായിട്ട് മദ്യം വാങ്ങുന്നത് ഇവർ കാണുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു സ്ത്രീയുടെ അടുത്ത് പോയി അപ്രോച്ച് ചെയ്യാമെന്നുള്ളത് കാസിം തീരുമാനിക്കുകയാണ്. നേരെ ആ ഒരു സ്ത്രീയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാൻ എന്തായാലും ഒറ്റയ്ക്കിരുന്ന് മദ്യപിക്കുകയാണ്, നീ ഒറ്റയ്ക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് മദ്യപിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ഇരുന്ന് മദ്യപിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ ഫോൺ വിളിയും കാര്യങ്ങളും പ്രശ്നവും സുരേഷും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിനുശേഷം ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ മദ്യപിച്ച് അത്യാവശ്യം ഫിറ്റായ ആ ഒരു ടൈമിൽ കാസിം വളരെ ഡയറക്റ്റായിട്ട് ആ ഒരു സ്ത്രീയുടെ അടുത്ത് പറയാണ്, എനിക്ക് നീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, അതിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര പൈസ വേണമെന്നുണ്ടെങ്കിൽ തരാം, 2000 രൂപ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബാർഗനിങ് കഴിഞ്ഞു. 2000 രൂപക്ക് പരിപാടി പറഞ്ഞുറപ്പിച്ചു. അതിനുശേഷം അവർ തിരഞ്ഞെടുത്ത സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലത്തിൻ്റെ ചുവടായിരുന്നു. അതായത് അവിടെ ആ ഒരു ടൈമിൽ ആളുകൾ ആരും തന്നെ ഉണ്ടാവില്ല, നമുക്ക് അവിടെ പോകാം, അതിനുശേഷം എന്താ പറയുക പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു വരാം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ഇവർ രണ്ടുപേരും കൂടെ എത്തുകയാണ്.
അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ നേരെ ആ ഒരു പാലത്തിൻ്റെ അടിയിലോട്ട് പോയി. അതിനുശേഷം എന്താ പറയുക, ഇതൊക്കെ കഴിഞ്ഞു, 2000 രൂപ കൊടുത്തു. എന്നാൽ ആ ഒരു ടൈമിൽ ആ സ്ത്രീ ഒരു 1000 രൂപ കൂടുതൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഡിമാൻഡ് ചെയ്യായിരുന്നു. എന്നാൽ കാസിമിൻ്റെ കയ്യിൽ ആ സമയത്ത് കാശുണ്ടായിരുന്നില്ല, അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കിടയിൽ വാക്ക് തർക്കമായി. അപ്പോൾ ആ ഒരു സ്ത്രീ ഒച്ച വെക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആളുകൾ എന്താ പറയുക കൂടുമെന്നും അതുപോലെ തന്നെ തൻ്റെ മാനം പോകുമെന്നും ഉള്ള കാര്യം ഇയാളിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് എന്താ ചെയ്യുക ഏതാ ചെയ്യുക എന്ന് അറിയണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിൽ ആ ഒരു സ്ത്രീയുടെ എന്താ പറയുക സാരിയുടെ ആ ഒരു തുമ്പെടുത്തുകൊണ്ട് തന്നെ കഴുത്ത് ഞെരിച്ചായിരുന്നു താൻ കൊലപ്പെടുത്തിയതെന്നും അതിനുശേഷം ഈ ഒരു സ്ത്രീ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലീസുകാർ തന്നെ പൊക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താ പറയുക ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി അടുത്ത് കിടന്നിരുന്ന ഒരു കല്ലെടുത്ത് മുഖം ചതച്ചതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. എന്നാൽ കറങ്ങിത്തിരിഞ്ഞ് പോലീസുകാർ തൻ്റെ അടുത്ത് എത്തുമെന്നുള്ളത് താൻ ചിന്തിച്ചില്ല എന്നുള്ളൊരു കാര്യവും അയാൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ചാർജ് ഷീറ്റും കാര്യങ്ങളൊക്കെ എഴുതി ഇയാളെ കോടതിയിൽ ഇങ്ങനെ ഹാജരാക്കാൻ പോകുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു കേസിൽ മറ്റൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള വല്ല കേസുകളും അടുത്തുള്ള സ്റ്റേഷനുകളിൽ വല്ലതും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് പോലീസുകാർ ഒരു അലേർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിനുള്ളൊരു റിപ്ലൈ ആയിരുന്നു അത്. അതായത് ഇതേപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള കേസ് ആ ഒരു സ്റ്റേഷനിൽ ഉണ്ടെന്നും ആ ഒരു സ്ത്രീയുടെ ബോഡിയിലും ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടായിരുന്നെന്നും ഇതേപോലെ തന്നെ മുഖം ചതച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ റേപ്പ് നടന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെയുള്ള അതായത് സെയിം പാറ്റേണിലുള്ള ഒരു കൊലപാതകം അവിടെയും നടന്നിട്ടുള്ളതായിട്ട് പോലീസിന് ഇൻഫോർമേഷൻ ലഭിക്കുകയാണ്. പിന്നെയും നോക്കിയപ്പോൾ ആ ഒരു കേസ് മാത്രമല്ല, അതായത് രണ്ടാമത്തെ കേസ് മാത്രമല്ല, വേറെയും കുറച്ച് 2-3 കേസുകൾ ഈ ഒരു സെയിം ഫോർമാറ്റിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ പോലീസിന് ആകപ്പാടെ സംശയമായി. ഇയാളെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. അയാളെ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ അയാൾ സമ്മതിക്കുകയാണ്. അപ്പോഴാണ് പോലീസിന് മനസ്സിലായത് തങ്ങൾ പിടിച്ചത് വെറുമൊരു കൊലപാതകയല്ല, ഒരു സീരിയൽ കില്ലറയാണെന്നുള്ള കാര്യം. 6 കൊലപാതകങ്ങൾ താൻ ചെയ്തിട്ടുള്ളതായിട്ട് അയാൾ സമ്മതിക്കുകയാണ്. അതിൽ 5ഉം സ്ത്രീകളായിരുന്നു. അതിൽ ഒരാൾ പുരുഷനായിരുന്നു. അയാൾ ഇയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നോ പണത്തിൻ്റെ പേരിലുള്ള എന്തൊക്കെയോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അയാളെ കൊല്ലുന്നത്. ബാക്കിയുള്ള 5 സ്ത്രീകളെയും ഏകദേശം സിമിലർ ആയിട്ടുള്ള രീതിയിലായിരുന്നു ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ടായത്. അങ്ങനെ ബാക്കിയുള്ള സ്റ്റേഷനുകളെല്ലാം തന്നെ പോയി അന്വേഷിച്ചപ്പോൾ ഏകദേശം 2-3 മാസം ഇടവിട്ടിട്ടാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത്. ഇതെല്ലാം ചെയ്തത് കാസിം തന്നെയാണെന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്തു. യെസ്, 2024 തെലുങ്കാനയിൽ വെച്ചിട്ടാണ് ഈ ഒരു സീരിയൽ കില്ലറിനെ പിടിക്കപ്പെടുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് അയാളെ പിടികൂടിയത് കൊണ്ട് അയാളുടെ വലയിൽ വീഴാനിരുന്നിരുന്ന കുറച്ച് സ്ത്രീകളെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ഈ ഒരു കേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കേസിൽ എന്ത് വിധി വരുമെന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന് തന്നെ കാണേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.